ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോക്കസ് ഏരിയ ആണ്, DNA എന്ന് പറഞ്ഞത്. ഇത് 10th സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ 1 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റും ആണ്. ഇനി വരാൻ പോകുന്ന എക്സാംസിന് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ടായിരിക്കും ഇത് പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2020 നമുക്ക് കെമിസ്ട്രി റിലേറ്റ് ചെയ്ത് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഇമാനുവൽ കാർപെയിന്ററും ജെന്നിഫർ എഡൌനയും കൂടെ ചേർന്നിട്ടാണ് ഈ നോബൽ പ്രൈസ് കെമിസ്ട്രിയിൽ പങ്കിട്ടത്. ഏത് വർഷമാണ്? 2020 ഇമാനുവൽ കാർപെയിന്റിയറും ജെന്നിഫർ എഡൌനയും കൂടെ ചേർന്നിട്ട് ഈ ഒരു സംഭവം ഏതാ ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് ഈ ഒരു നോബൽ പ്രൈസ് പങ്കിട്ടത്. DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് ക്രിസ്പർ കാസ് എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് പുരസ്കാരം. ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് ക്രിസ്പർ കാസ് എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് പുരസ്കാരം. ഇത് ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഇത് ഉപകരിക്കും. അപ്പം DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് എന്ന പ്രക്രിയയ്ക്ക് ക്രിസ്പർ കാസ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഇവര് കണ്ടെത്തിയിട്ടുണ്ട്. ജനിതകമായിട്ടുള്ള രോഗചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും ഒക്കെ പുരോഗതി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഇത് ഉപകരിക്കും. ഇനി നമ്മൾ DNA സ്ട്രക്ചറിലേക്കാണ് പോകുന്നത്. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്ന് DNA ചുറ്റുഗോവേണി മാതൃക അഥവാ ഡബിൾ ഹെലിക്സ് മോഡൽ 1953 അവതരിപ്പിച്ചു. വാട്സണും ക്രിക്കും ഡബിൾ ഹെലിക്സ് മോഡൽ അഥവാ ചുറ്റുഗോവേണി മാതൃക. റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ് എന്നിവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് DNA ഘടന ജെയിംസ് വാട്സണും ക്രിക്കും കൂടെ നിർദ്ദേശിച്ചത്. അപ്പം ആരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കി? ഫ്രാങ്ക്ലിന്റെയും വിൽക്കിൻസിന്റെയും എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് വാട്സണും ക്രിക്കും ഈ ചുറ്റുഗോവേണി മാതൃക നിർദ്ദേശിച്ചത്. റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ പ്രശസ്തമായ ഫോട്ടോ 51, ഇതാണ് ഫോട്ടോ 51 എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ കണ്ടെത്തലിനിടയാക്കിയ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ഏതാണ് ഫോട്ടോ 51? 58 ഫ്രാങ്ക്ലിന് 37-ാം വയസ്സിൽ അന്തരിച്ചു. DNA ചുറ്റുഗോവേണി മാതൃക കണ്ടെത്തിയതിന് വാട്സൺ, ക്രിക്സ്, മോറിസ് വിൽക്കിൻസ് എന്നിവർക്ക് 62 മെഡിസിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചു. അപ്പം വാട്സണും ക്രിക്കും നമ്മൾക്കറിയാം. ബാക്കി ഫ്രാങ്ക്ലിൻ അങ്ങ് മരിച്ചുപോയി. വിൽക്കിൻസിനും കൂടെ ചേർന്നിട്ടാണ് എന്ത് ലഭിച്ചിരിക്കുന്നത്? 62 മെഡിസിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. ഓക്കെ, വിൽക്കിൻസും വാട്സണും ക്രിക്കും കൂടെ ചേർന്നിട്ട്. ഇനി നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുകയാണ്. ഇതിന്റെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നാണ് പറയുന്നത്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. സി ടാഗ് എന്ന് വേണമെങ്കിൽ ഓർത്ത് വെച്ചേക്കാവുന്നതാണ്. സി ടാഗ് നൈട്രജൻ ബേസ്, DNA നൈട്രജൻ ബേസുകൾ. ഇവിടെ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് പഞ്ചസാരയും ഫോസ്ഫേറ്റ് എന്നിവ ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നുണ്ടാവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്തെ കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ന്യൂക്ലിയോടൈഡ്, ഫോസ്ഫേറ്റ്, പഞ്ചസാര, നൈട്രജൻ ബേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ DNA അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞത്. ഓരോ ന്യൂക്ലിയോടൈഡും ഒരു ഡീഓക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ്. അപ്പൊ ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെ ഉണ്ട്? നൈട്രജൻ ബേസ് ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പഞ്ചസാരയും ഉണ്ട്. പഞ്ചസാരയുടെ പേരെന്താണ്? ഡീഓക്സി റൈബോസ് പഞ്ചസാര. ഡീഓക്സി റൈബോസ് പഞ്ചസാര.
ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ NPS എന്ന് വേണമെങ്കിൽ ഓർത്ത് വെച്ചേക്കാം. ന്യൂക്ലിയോടൈഡ് കൺസിസ്റ്റ് ഓഫ് എ നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ് ആൻഡ് ഒരു റൈബോസ്, പഞ്ചസാര ഡിഓക്സി. ഇനി ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഏത്? ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞത്. നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ അടങ്ങിയ ആൽക്കലി സ്വഭാവം ഉള്ള സംയുക്തം ആണ്. നൈട്രജൻ അടങ്ങിയ ആൽക്കലി സ്വഭാവമുള്ള സംയുക്തമാണ് നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞത്. അപ്പം ഡിഓക്സി റൈബോസ് പഞ്ചസാര 5 കാർബൺ പഞ്ചസാര എന്നിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ന്യൂക്ലിയോടൈഡ് കൺസിസ്റ്റ് ഓഫ് നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞു. അതിന്റെ സ്വഭാവം എന്താണ്? ആൽക്കലി സ്വഭാവമാണ്. നമ്മൾ ഇവിടെ വെച്ചിട്ട് കട്ടായി പോയിട്ടുണ്ടായിരുന്നു, ബാലൻസ് തൊട്ട് നമുക്ക് നോക്കാവുന്നതാണ്. DNA വലിപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ ക്രോമസോമിലെയും DNA ഏകദേശം 2 ഇഞ്ച് നീളമുണ്ടാവും. ഓരോ ക്രോമസോമിലെയും DNA ഏകദേശം എത്ര സെന്റിമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ 5 സെന്റിമീറ്റർ. ഇഞ്ച് ചോദിച്ചാൽ എന്തും പറയണം, 2 ഇഞ്ച് നീളവും ഉണ്ടാവുന്നതാണ്. ഇനി ഒരു മനുഷ്യകോശത്തിലെ 46 ക്രോമസോമുകളിലെയും DNA ചേർന്നാൽ ഏകദേശം 6 അടി നീളവും, മനുഷ്യ ശരീരം ട്രില്യൺ കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ കോശത്തിലെയും DNA കൂട്ടിയോജിപ്പിച്ചാൽ അത് ഏകദേശം 67 ബില്യൺ മൈൽ വരും. ഇത് ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ പര്യാപ്തം ആണ്. അപ്പൊ ഓരോ ക്രോമസോമിലെയും DNA ഏകദേശം 2 ഇഞ്ച് നീളമുണ്ടാകും. ഓരോ മനുഷ്യകോശത്തിലെയും 46 ക്രോമസോമുകളിലെയും DNA ചേർന്നാൽ എത്ര അടി വരും? 6 അടി, 2 മീറ്ററോളം നീളം വരും. മനുഷ്യ ശരീരം 1,00,000 കോടി കോശങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ കോശത്തിലെയും DNA യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഏകദേശം 67 ബില്യൺ അല്ലെങ്കിൽ 100 കോടി മൈൽ വരും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അടുത്തത് ക്രോമസോം എന്ന് പറഞ്ഞിരിക്കുന്നത് DNA ഹിസ്റ്റോൺ എന്ന പ്രോട്ടീനുകളുമാണ് മുഖ്യമായും ക്രോമസോമിൽ ഉള്ളത്. അപ്പം പ്രോട്ടീനുകൾ എന്താണ്? ഹിസ്റ്റോണുകൾ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഇപ്പൊ DNA പ്രോട്ടീൻ ഏതെന്ന് വരെയുള്ളതെന്ന് നേരത്തെ നമ്മൾ പഠിച്ചുള്ളത്. അത് എന്താണ്? ക്രോമസോമിനകത്ത് DNA ഉണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്റോൺ എന്ന പ്രോട്ടീനും ആണ് മുഖ്യമായിട്ടും ഈ ക്രോമസോമിനകത്തുള്ളത്. ഓക്കെ, DNA പ്ലസ് പ്രോട്ടീന്, ആ പ്രോട്ടീന്റെ പേരാണ് ഹിസ്റ്റോൺ. ഇനി 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നു. അപ്പൊ എത്ര എണ്ണം വേണം? 8 ഹിസ്റ്റോൺ ചേർന്നിട്ട് ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നു. ഈ ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്ത ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാകുന്നു. ഈ ഒക്ടോമറിനെ DNA ഇഴകൾ വലയം ചെയ്ത് ഉണ്ടാകുന്നതാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ന്യൂക്ലിയോസോം ഒന്നുകൂടെ പറയാം. നമ്മുടെ ക്രോമസോം കൺസിസ്റ്റ് ഓഫ് DNA ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനും ആണ്. ഈ 8 ഹിസ്റ്റോൺ ചേർന്നിട്ട് ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാവുന്നുണ്ട്. ഇനി ഈ ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേര് ന്യൂക്ലിയോസോം എന്നാണ്. ഓക്കെ, നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളുമാക്കിയുമാണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ ബേസിക് സ്ട്രക്ചറിലേക്ക് ഇറങ്ങിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് ക്രോമാറ്റിഡ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു ക്രോമസോമിനെ എന്തുവഴി ബന്ധിപ്പിച്ചിരിക്കുന്നു? സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് ക്രോമാറ്റിഡുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് ക്രോമാറ്റിഡ് എന്ന് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. ഈ ക്രോമസോം കൺസിസ്റ്റ് ഓഫ് DNA ആൻഡ് പ്രോട്ടീൻ. അതിന്റെ പേര് ഹിസ്റ്റോൺ എന്ന പ്രോട്ടീൻ ആണ്. അതിന്റെ 8 എണ്ണമാണെങ്കിൽ ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാവുന്നുണ്ട്. അതിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന DNA സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് ഒരു ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് കൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടുകളും ചുരുളുകളാക്കിയാണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. ഒരു ക്രോമസോമിനെ
സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് ക്രൊമാറ്റിഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി മനുഷ്യരിലെ ക്രോമസോമുകൾ സ്വരൂപവും ഉണ്ട്, ലിംഗനിർണയ ക്രോമസോമുകളും ഉണ്ട്. മനുഷ്യരെ ക്രോമസോമുകളെ സൊമാറ്റിക് ക്രോമസോംസ് എന്നും സെക്സ് ക്രോമസോംസ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സ്വരൂപം എന്നും ലിംഗനിർണയ ക്രോമസോമുകൾ എന്നും. ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകൾ ആണ് ഇവ. ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളാണ് സ്വരൂപ ക്രോമസോമുകൾ. 22 ജോഡി. എത്ര ജോഡിയാണ്? 22 ജോഡി സ്വരൂപ ക്രോമസോമുകൾ ഇവിടെ ഉണ്ട്. ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണ് സമരൂപ ക്രോമസോമുകൾ. എങ്ങനെയാണ്? ഒരുപോലെ ഉള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണ് സമരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. ഇവയിൽ ഒന്ന് മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്നും ലഭിച്ചതാണ്. ഇവയിൽ ഒന്ന് മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്നും ലഭിച്ചതാണ് ഈ പറയുന്ന സമരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണ് ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറഞ്ഞത്. ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്നു. ഇനി അടുത്തത് ലിംഗനിർണയ ക്രോമസോമുകൾ എന്ന് പറഞ്ഞത് ലിംഗനിർണയത്തിന് കാരണമാകുന്നു. ഇവിടെ എക്സ് ക്രോമസോമും വൈ ക്രോമസോമും ഉണ്ട്. വൈ ക്രോമസോം എക്സ് ക്രോമസോമുകളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. അപ്പൊ വൈ ക്രോമസോം എക്സ് ക്രോമസോമുകളെ അപേക്ഷിച്ച് ചെറുതാണ്. വൈ ക്രോമസോമിലെ SRY ജീൻ ആണ് ഭ്രൂണത്തിൽ വൃഷ്ണത്തിന്റെ വികാസത്തിന് കാരണമാകുന്നത്. അപ്പം ഏത് ജീനാണ് ഭ്രൂണത്തിൽ വൃഷ്ണത്തിന്റെ വികാസത്തിന് കാരണമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SRY ജീൻ എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. അതും ഒരു പുതിയ പോയിന്റാണ്. SRY ജീനാണ്. ഇനി അടുത്തത് വ്യത്യസ്തമായ ജനിതക ഘടനകൾ. 44 പ്ലസ് XX, 44 പ്ലസ് XY എന്നിവ സാധാരണ ജനിതക ഘടനകൾ ആണെങ്കിലും മനുഷ്യരിൽ അനേകം വ്യത്യസ്തമായ ജനിതക ഘടനകൾ കാണപ്പെടുന്നു. ഈ വ്യത്യസ്ത ജനിതക ഘടനകൾ വ്യക്തികളുടെ ശാരീരികവും മാനസികവുമായ വികാസത്തെ സ്വാധീനിക്കുന്നു. ലിംഗനിർണയം ഒരു സങ്കീർണമായ പ്രക്രിയ ആണ്. ഇത് ജനിതക ഘടനകളെ മാത്രമല്ല മറ്റ് ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ഇനിയും അതിന് ഉദാഹരണങ്ങളാണ്. 44നോടൊപ്പം ഒരു എക്സ് ക്രോമസോം മാത്രമുള്ള സ്ത്രീകളാണ് എങ്കിൽ ടർണർ സിൻഡ്രോം എന്ന അവസ്ഥയാണ്. ഇപ്പൊ 44 പ്ലസ് എക്സ്, ഒരു എക്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ ടർണർ സിൻഡ്രോം ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ചിലർക്ക് അധികമായിട്ട് വരും. അപ്പൊ അവിടെ ട്രിപ്പിൾ എക്സ് സിൻഡ്രോം എന്ന് പറഞ്ഞു. നോർമലി ഡബിൾ എക്സ് എന്ന് പറഞ്ഞു വരാവുന്നതാണ്. അതിന് പകരമായിട്ട് ഒരു എക്സ് കൂടെ അധികം ഉണ്ടെങ്കിൽ ട്രിപ്പിൾ എക്സ്. ഇതെന്താണ്? ടർണർ സിൻഡ്രോം. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പഠിക്കണം. 44 പ്ലസ് എക്സ് ആണെങ്കിൽ ടർണർ സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഇനിയും എന്താണ്? ട്രിപ്പിൾ എക്സ് ആണ് എങ്കിൽ 3 എക്സ് ക്രോമസോം ഉള്ള സ്ത്രീകൾ ആണ്. ഇനിയും ഡബിൾ എക്സ് വൈ ആണ് എങ്കിൽ 2 എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമും ഉള്ള പുരുഷന്മാർ. അപ്പൊ ഇവർക്ക് എന്ത് പറയുന്നു? ക്ലൈൻ ഫെൽറ്റർ സിൻഡ്രോം എന്ന അവസ്ഥയാണ്. ക്ലൈൻ ഫെൽറ്റർ സിൻഡ്രോം എന്ന അവസ്ഥ. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണേ. ഇനി 44 എക്സ് പ്ലസ് വൈ എന്ന ഒരു എക്സ് ക്രോമസോമും 2 വൈ ക്രോമസോമും ഉള്ള പുരുഷന്മാരാണ് എങ്കിൽ ഇവർക്ക് എന്തെന്ന് പറയുന്നു? ഇതേ പേരിൽ തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പം ഇതിനകത്ത് വൈ വരുവാണെങ്കിൽ പുരുഷനാണെന്ന് ഓർത്തോണം. എക്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ സ്ത്രീകളെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 44 പ്ലസ് എക്സ് ആണ് എങ്കിൽ ടർണർ സിൻഡ്രോം. ഇനി 44 പ്ലസ് ട്രിപ്പിൾ എക്സ് ആണ് എങ്കിൽ ട്രിപ്പിൾ എക്സ് സിൻഡ്രോം എന്നറിയപ്പെടുന്നു. ഇനി ഇതിന്റെ പേര് ഇങ്ങനെയാണെങ്കിൽ വൈ ഉണ്ട് എങ്കിൽ പുരുഷൻ ഓർത്തോണം. ഈ XY സിൻഡ്രോം എന്ന കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇനി ഇവിടെ XXY ആണെങ്കിൽ എന്ന് പറയണം? ക്ലൈൻ ഫെൽറ്റർ സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരാണെന്നും പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഇനി മുകളിൽ സൂചിപ്പിച്ച ജനിതക ഘടനയുള്ള വ്യക്തികളിൽ ലിംഗനിർണയം സങ്കീർണമായിരിക്കും. ഉദാഹരണത്തിന് ടർണർ സിൻഡ്രോം ഉള്ള സ്ത്രീകളിൽ സ്ത്രീ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാകാം. എന്നാൽ അവരിൽ കൗമാര ആരംഭത്തിൽ സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങൾ വികസിക്കത്തില്ല. ക്ലൈൻ ഫെൽറ്റർ സിൻഡ്രോം ഉള്ള പുരുഷന്മാർക്ക് പുരുഷ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാവും. അവർക്ക് സ്ത്രീലിംഗ ലക്ഷണങ്ങളും കാണിക്കുന്നതാണ്. ക്ലൈൻ ഫെൽറ്റർ സിൻഡ്രോം ഉള്ളവർക്ക് സ്ത്രീലിംഗ ലക്ഷണങ്ങൾ കാണും, പുരുഷ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാകും. ഇവിടെയാണെങ്കിൽ എന്ത് വരുന്നുണ്ട്?
സ്ത്രീ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാവും, എന്നാൽ അവർ കൗമാരാരംഭത്തിൽ സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങൾ വികസിക്കത്തില്ല. അപ്പൊ ഇത് രണ്ടൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇതിനകത്തുള്ളതെല്ലാം പുതിയ പുതിയ പോയിന്റ്സുകളാണ്. അപ്പൊ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട് 10th ലെവൽ മെയിൻസിന്റെ ഫോക്കസ് ഏരിയ ഉൾപ്പെടെ ഇംഗ്ലീഷും മലയാളവും എല്ലാം ചേർത്ത് മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്സിന്റെയും ക്ലാസ്സും PDF-ഉം അവൈലബിൾ ആണ്. എല്ലാ ദിവസവും പഠിക്കാനുള്ള ടൈം ടേബിൾ ടെലഗ്രാം വഴിയിട്ട് വരുന്നതായിരിക്കും. പെയ്ഡ് ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പൊ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, 8078962109. ഇതിനകത്ത് വേണ്ടതായിട്ടുള്ള ഫോക്കസ് ഏരിയയുടെ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. പുതിയ NCERT-യുടേതും SCERT-യുടേതുമായിട്ടുള്ള കണ്ടന്റും ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. CAയും എല്ലാം അവൈലബിൾ ആയിരിക്കും. മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാതിരുന്നെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു റാങ്കിങ്ങിലേക്ക് എത്താവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.